ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടിൻ ഫാരീസ് ആൻഡ് മോം. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മക്കളൊക്കെ നഴ്സറിയിലോട്ടൊക്കെ പോയി. അപ്പോൾ ഞാൻ കരുതി ഇവിടെയൊക്കെ നല്ല മെസ്സി ആയിട്ട് കിടക്കുവാണ്. അപ്പോൾ ഞാൻ കരുതി ഒന്ന് ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം. കാര്യം 2 ദിവസം മക്കളിവിടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ക്ലീൻ ചെയ്തിട്ടതെല്ലാം അവർ അലങ്കോലമാക്കും. അപ്പം ഇവിടെയൊക്കെ അത്യാവശ്യം നന്നായിട്ട് മെസ്സി ആയിട്ട് കിടക്കുവാണ്. അപ്പോൾ ഞാനൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ അതൊരു വീഡിയോ ആയിട്ട് എടുക്കാമല്ലോ എന്ന്. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിലോട്ട് പോകുന്നതിന് മുമ്പേ വീടൊക്കെ എങ്ങനെ കിടക്കണമെന്ന് കാണട്ടെ. ഒരു എണീറ്റൊക്കെ പോയി ഇനിയിപ്പോൾ ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണം. ബെഡ്ഷീറ്റൊക്കെ മാറ്റി നമുക്ക് വേറെ ബെഡ്ഷീറ്റ് വിരിക്കണം. പിന്നെ ഇവിടെയൊക്കെ നല്ല അലങ്കോലമായിട്ട് കിടക്കുവാണ്. ഇതൊക്കെ ഒന്ന് റെഡിയാക്കണം. ഡ്രോയറൊന്നും കാണിക്കാൻ കൊള്ളൂല, അത്രയ്ക്ക് അലങ്കോലമാക്കി ഇട്ടേക്കുവാണ്. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഷെൽഫ് ഞാൻ പിന്നെ എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഞാൻ അത്യാവശ്യം ഒരു ഓർഗനൈസർ വെച്ച് ചെയ്യുന്നുണ്ട്. എന്നാലും അവരത് ഒന്ന് മെസ്സിയാക്കും. നമുക്കത് ക്ലീനിങ് തുടങ്ങാം. റൂമിൽ തന്നെ ക്ലീനിങ് തുടങ്ങാം. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റി കുറച്ച് കഴുകാനൊക്കെ ഉണ്ട്. അതെല്ലാം മാറ്റി നമുക്ക് തുണി കഴുകാനായിട്ട് ഇടാം. തുണി കഴുകാനായിട്ട് വാഷിംഗ് മെഷീനിലോട്ട് പോകാം.
അങ്ങനെ നമ്മൾ ഫ്ലോർ ക്ലീനിങ് എന്തായാലും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സെറ്റിയുടെ കവറൊക്കെ നമ്മൾ കഴുകാനിട്ടതല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വേറെ കവറ് നമുക്ക് വിരിച്ചു കൊടുക്കാം. ഇനി ഡൈനിങ് ടേബിളിൻ്റെ പുറവും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാം. അതുകൊണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഹാള് ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട്. നല്ല തളർന്നിട്ടുണ്ട്. സമയം ഇപ്പം 12 o'clock ആയി. അപ്പം നമുക്ക് ഫുഡൊക്കെ ഇനി ഒന്ന് കുക്ക് ചെയ്യണം. ഇനി ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ. ചേട്ടനും മക്കളും എല്ലാം പോയി. അപ്പോൾ ഇനി ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടണം. അത് കഴിഞ്ഞ് ബാക്കി കുറച്ചുകൂടെ ക്ലീനിങ് ഉണ്ട്. ഈ ഫുഡൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ കാണാം. ഇനി കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. കിച്ചണിൽ കയറി ഇനി ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ചോറ് വെക്കാൻ പോവുകയാണ്. ചോറ് ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. അപ്പം ചോറും വെക്കണം. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ രാവിലത്തേത് കഴുകാനുണ്ട്. അതാണ് ഇവിടെ എല്ലാം നിരയായിട്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് അതെല്ലാം ഒന്ന് മാറ്റി വെക്കണം. അതിന് ശേഷം പിന്നെ ഒരു കറിയും ഒഴിച്ചു കറിയും മാത്രം മതി. ചക്ക വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി ചക്ക കൊണ്ടൊരു കൂട്ടാനും വെക്കാം. പിന്നെ ചിക്കനും ഉണ്ട്. അപ്പോൾ അത് മതി, സിമ്പിളാക്കാം. ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. എല്ലാവരും കഴിച്ചു കാണുമായിരിക്കും അല്ലേ. ചോറും ചക്കയും ചിക്കൻ കറിയുമാണ്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. 2 മണിയാവാറായി. ഈ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ബാക്കി ക്ലീനിങ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം. നമ്മൾ നേരത്തെ വാഷിംഗ് മെഷീനിലിട്ട തുണിയുണ്ടല്ലോ, അത് ഉണക്കാനായിട്ട് ഇനി മുകളിൽ അയയിൽ കൊണ്ടിടണം. പായ മുകളിലാണ് കെട്ടിയിരിക്കുന്നത്. അപ്പം ഇനി മേളിൽ പോയി തുണി വിരിക്കണം. തുണി വിരിച്ചിട്ട് വേണം ബാക്കി പണികൾ ചെയ്യാൻ. അപ്പം ഇവിടെ നിന്ന് ഇനിയും ഒരു നിരയും കൂടെ മുകളിലോട്ട് കയറാൻ ടെറസിലാണ് തുണി വിരിക്കുക. അപ്പം ഞാൻ പോയി തുണി വിരിച്ചിട്ട് വരാം. എന്നിട്ട് വേണം ബാക്കി പണി കൂടെ ചെയ്യാൻ. ഇനി നമുക്ക് ഡ്രോയറും അവിടെ മിററിൻ്റെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ ഡ്രോയറിൽ കുറേ സാധനങ്ങളുണ്ട് ഡ്രോയിൽ. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റണം. കുഞ്ഞു സാധനങ്ങളുണ്ട്. അതെല്ലാം പെറുക്കി ഒരു കവറിനകത്തോട്ടിട്ട് ഞാൻ എടുത്ത് മാറ്റും. കുറേ റബ്ബർ ബാൻഡും പൊട്ടിയതും പൊട്ടാത്തതും ഒക്കെ ഉണ്ട്. ആവശ്യമില്ലാത്തതും അതെല്ലാം പറക്കിയെടുക്കുവാണ്. അതെല്ലാം പറക്കിയെടുത്ത് അതെല്ലാം ഇനി വേസ്റ്റിലോട്ടിടണം. പിന്നെ ഞാൻ ഡ്രോയറിൽ ഇരിക്കുന്നത് എൻ്റെ ഒരു ബോക്സ് ഉണ്ട്. നമ്മളെ ചോക്ലേറ്റൊക്കെ കിട്ടുന്ന ബോക്സാണ്. അതിനകത്താണ് ഞാൻ കമ്മലുകളെല്ലാം എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ കമ്മലുകളെല്ലാം പറക്കി അതിൻ്റെ അകത്താണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതാകുമ്പം പെട്ടെന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് എയർ വേണമെന്ന് വെച്ചാൽ പെട്ടെന്ന് എടുക്കാമല്ലോ. അപ്പോൾ പിന്നെ ഒരു ബോക്സിൻ്റെ അകത്ത് നമുക്ക് എൻ്റെ കുറച്ച് കുപ്പി വളയുണ്ട്. അതെല്ലാം ഞാൻ പറക്കി അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ മക്കളെ സ്ലൈഡ് അതെല്ലാം ഞാൻ ഒരു ബോക്സിലും ഇതിലൊക്കെ ആയിട്ട് മാറ്റി വെച്ചേക്കണം. പക്ഷെ അവർ വന്ന് എല്ലാം മെസ്സിയാക്കും. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയും തിരിച്ചും ഒക്കെ വയ്ക്കും. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് കറക്റ്റായിട്ട് ഓർഡറിനായിട്ട് എടുക്കുമ്പോൾ ഇനിയിപ്പോൾ സ്കൂളിലൊക്കെ പോവേണ്ടതല്ലേ.
അപ്പം പെട്ടെന്ന് എടുക്കാൻ എളുപ്പത്തിന് എല്ലാം സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ ഡ്രോയറിൻ്റെ അകത്ത് ഓരോന്നോരോന്ന് വെക്കുവാണ്. ഇനി അതൊന്ന് അറേഞ്ച് ചെയ്യാം. അങ്ങനെ താഴത്തെ ക്ലീനിങ് കഴിഞ്ഞു. അപ്പോൾ ഇനി താഴത്തെ ക്ലീനിങ് കഴിഞ്ഞതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം നമുക്ക്. അപ്പോൾ ഹാളും സിറ്റൗട്ട് റൂമും ആണ് ഞാനിന്നിപ്പോൾ ക്ലീൻ ചെയ്ത് കാണിച്ചത്. അപ്പം സെറ്റിയൊക്കെ ഞാൻ നല്ലതായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവരുടെ പാവകളെല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിരത്തി വെച്ചാൽ അവർ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം എടുക്കും. പിന്നെ ഇങ്ങനെയൊന്നും അല്ല ഇരിക്കുന്നത്. എന്നാലും തൽക്കാലം അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, സാരമില്ല, കുറച്ച് നേരമെങ്കിലും അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. അപ്പം തറയെല്ലാം തുടച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോ റൂമിലും തുടയ്ക്കുമ്പം വെള്ളം മാറ്റിയിട്ടാണ് തുടയ്ക്കുന്നത്, അല്ലെങ്കിൽ അത് ആ അഴുക്ക് ഇപ്പുറത്തോട്ടും കൂടെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റൂമും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. മിററും എല്ലാം ക്ലീൻ ചെയ്ത് വേറെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ക്ലീനിങ് ആഴ്ചയിൽ 2 പ്രാവശ്യം ഇതുപോലെ ചെയ്യും. ഒരു ദിവസം താഴെയും ഒരു ദിവസം മുകളിലും. ഒറ്റ ദിവസം കൊണ്ട് 2 സ്ഥലത്തും കൂടെ ക്ലീൻ ചെയ്താൽ നമ്മൾ കുഴഞ്ഞു പോകും. അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ ക്ലീനിങ് ഒക്കെ നടത്തുന്നത്. മക്കളൊക്കെ ഇല്ലാത്ത ദിവസങ്ങളിൽ ക്ലീൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ ഇത്രയും ഭാഗം ക്ലീൻ ചെയ്തപ്പോൾ തന്നെ സമയം 2:45. ഇനി നമ്മുടെ ഡ്രോയറെല്ലാം ഞാനൊന്ന് ചെറുതായിട്ട് എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എളുപ്പത്തിന് എടുക്കുന്ന രീതിയിൽ. ഇനിയിപ്പം മക്കളൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ എല്ലാം എളുപ്പത്തിന് എടുത്താലല്ലേ നമുക്ക് പെട്ടെന്ന് സ്കൂളിലോട്ടൊക്കെ പോകാനായിട്ടുള്ളതല്ലേ. അപ്പം എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഈ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.